അസ്സലാമലൈക്കും എല്ലാ കുട്ടികൾക്കും നമ്മുടെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എത്ര മണിയാറിയോ? 4:50, 5 മണിയാകാനായി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മാറ്റിയിട്ട് വെച്ചാൽ കോഴിക്കോട് പോകാൻ കേട്ടോ. മരുന്ന് വാങ്ങാൻ കുറേ ആയിക്കണം മരുന്നിന് പോയിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിന് പോകണമെന്നാണ് കരുതിയത്. അപ്പോൾ ദാ മൂപ്പരും പോയിരുന്നുണ്ട്. മൂപ്പര് ഭയങ്കര പൈസ ഉണ്ടല്ലാണ്, ലക്ഷങ്ങളാണ് ഇടുന്നത്. വെറുതെ പറയാട്ടോ, ലക്ഷങ്ങളൊക്കെ എണ്ണാലോ ഭാഗ്യം. എണ്ണാനല്ല, എണ്ണാൻ ഭാഗ്യം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എണ്ണാ ഞാണ്ട്. അപ്പം ഞങ്ങൾ പോയി വരാം ഇൻഷാ അല്ലാ. അപ്പം നമ്മളങ്ങനെ തൂരിക്കൂടി പോകാണ്ട്. അപ്പോൾ തൂര് ഇതാ കുറേ ആൾക്കാർ പള്ളിക്കൊക്കെ പോകുന്നുണ്ട്. കടകളൊന്നും തുറന്നിട്ടില്ല, തുറക്കണല്ലേ ഉള്ളൂ അല്ലേ. 5 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പള്ളിക്ക് പോകുന്ന ആൾക്കാരാട്ടോ. പിന്നെ കുറച്ചൊക്കെ വണ്ടിയൊക്കെ അതാ റോട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നേരത്തെ പോയിന് കേട്ടോ. ഒരു 4 മണി 4:15 4:30 ആകുമ്പോൾ അങ്ങനെ പോയിന് കേട്ടോ. അന്ന് പിന്നെ നമുക്ക് ഡോക്ടർക്കും തന്നെ ഒരുപാട് നേരം പരിശോധിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 2 ഡോക്ടറെ കാണുമ്പോൾ പിന്നെ ടെസ്റ്റുകൾ തരും. അപ്പോൾ അത് ടെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചെങ്കിൽ കുറേ സമയം വേണ്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഡോക്ടർമാരെ കണ്ടാൽ മാത്രം മതി. പിന്നെ മെഡിസിനും തന്നെ കുറച്ചൊക്കെ ചെയ്തിരിക്കണം, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മണി 5:30 ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പോവൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കണം 5 മണിക്കാണ് കേട്ടോ. 5 മണിക്ക് ഇറങ്ങിയാലും നമ്മളവിടെ എത്തുമ്പോൾ 6:30 ഒക്കെ കഴിയും. കാരണം ഇവിടുന്ന് നമുക്ക് സാധാരണ പോകുമ്പോൾ 2 മണിക്കൂർ 2.25 മണിക്കൂർ അങ്ങനെയൊക്കെ വരും കേട്ടോ. പക്ഷേ നന്ന രാവിലെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതലായിട്ട് കിട്ടും. കാരണം റോട്ടിലൊന്നും അധികം വണ്ടി ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ എത്തും. അങ്ങനെ നമ്മൾ രാമനാട്ടുകര ഹൈവേയിൽ കയറിയിരിക്കണം കേട്ടോ. അധികം നമ്മൾ ഇതിൽ കൂടെയാണ് പോരല്. അക്കീംകാക്ക് ഇതിലാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് അരീക്കോട് മുക്കം ആ ഒരു വഴിക്കും പോകാം. പക്ഷെ നമ്മളധികം ഇതിൽ കൂടെയാണ് പോരല്. ഇതിൽ കൂടെ റോഡ് നല്ല ഉഷാറാണ്, മറ്റേലും കുഴപ്പമില്ല. പക്ഷെ മൂപ്പർക്ക് ഇതിൽ ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഇതിലിങ്ങനെ പോരല് കേട്ടോ. ഹൈവേമൊക്കെ കയറിയാൽ പിന്നെ നമുക്ക് വേഗം ഉണ്ടല്ലോ എത്താനും. മറ്റത് നമ്മൾ ആദ്യമൊക്കെ രാമനാട്ടുകരന്ന് തൊണ്ടയാട് എത്തണമെങ്കിൽ എത്രങ്ങാനും സമയം വേണ്ടീന്ന് പറയുമോ. കാരണം റോഡൊക്കെ മോശം കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. ഇപ്പോൾ പിന്നെ കയറ്റവും ഉറക്കവും കുണ്ടും കുഴിയൊന്നും ഇല്ലല്ലോ, നേരെ പോകുകയല്ലല്ലോ ഒരു പോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അധികം സമയമല്ല. ഇപ്പോൾ തൊണ്ടയാട് എത്ര വേഗം എത്തുക എന്നറിയോ. പക്ഷെ ഇപ്പോൾ നമുക്ക് പോകുമ്പോൾ മനസ്സൊക്കെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ടെൻഷൻ അടിച്ചിങ്ങനെ പോയിന്നറിയോ. കാരണം നമ്മൾ സർജറിൻ്റെ മുന്നൊക്കെ എന്താകും, അതിൽക്കൂടി ഡോക്ടേഴ്സും അതുപോലെയൊക്കെ നമ്മളോട് ഇങ്ങനെ ഇത് റിസ്ക് ആണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടെൻഷനും അങ്ങനെയൊക്കെ നമുക്കൊരു മനസ്സൊക്കൊരു വലിയ പ്രയാസം ഉണ്ട്. ഈ പോക്ക് നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ എന്താവും ഇനിയിപ്പോൾ എന്താണ് സർജറി, എന്താ ആകുക, അങ്ങനെയൊക്കെ മനസ്സിക്ക് ഭയങ്കര ഒരു ടെൻഷനേക്കാരം. പക്ഷെ ഇപ്പം നമുക്ക് അതൊന്നുമില്ല. ആ ഒരു ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു സമയം വരെയുള്ളല്ലോ ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സമയം കടന്നു പോകുമെന്ന് അറിയുന്ന മാതിരി ആ സമയം കടന്നു പോയി. അങ്ങനെ നമ്മൾ എന്താ പറയുക, സർജറിയൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇപ്പം നമുക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നമ്മളെ ഷുഗറൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിറോയിഡൊക്കെ നിർത്തിയതുകൊണ്ട് തന്നെ ഷുഗറൊക്കെ നമുക്ക് നോർമലാണ് കേട്ടോ. എനിക്ക് ആദ്യമേ ഷുഗറൊക്കെ കുറവായിരുന്നു. പിന്നെ ഈ ഒരു മെഡിസിൻ കഴിക്കൽ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഷുഗറൊക്കെ വന്നത്. അപ്പോൾ ഇതാ നമ്മൾ കോഴിക്കോട് എത്താൻ നേരത്തെ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ ഒക്കെ തൊട്ട് അടുത്ത് എത്താൻ നേരത്ത് ഇവിടെ ട്രോളുണ്ട് കേട്ടോ. പക്ഷെ ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ ആ ഒരു എല്ലാ സംവിധാനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോണ ഭാഗത്തേക്ക് ഇല്ല ട്രോൾ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഈ തിരിച്ചിങ്ങോട്ട് വരുന്ന ഭാഗത്തേക്കുള്ളത് അപ്പുറത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. എനിക്കൊരു ഗൾഫ് മോഡൽ ഇങ്ങനെ ഫീൽ ചെയ്യും. എന്നാൽ ഗൾഫിൽ പോയിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഗൾഫിക്കൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ നല്ല ഹൈവേ റോഡും പിന്നെ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു പ്രതീതി കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ പോരുമ്പോൾ വെച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേണമെങ്കിലും ഞാൻ കുറേ വീഡിയോസ് ഫോണിൽ നിറച്ചേക്കും ഇതിൽ പോരുമ്പോൾ. എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം പറഞ്ഞില്ലേ. ഫസ്റ്റ് കോഴിക്കോടേക്ക് വന്നത് ഞാൻ ഈ ഫ്ലാറ്റുകളൊക്കെ കണ്ടപ്പോൾ അന്തങ്ങനെ വിട്ടീന് കേട്ടോ. മനസ്സിക്ക് ഭയങ്കര പേടിയാണ്, റബ്ബേത് പൊളിഞ്ഞാടോ അങ്ങനെയൊക്കെ. പഠിച്ചാൽ കാക്കട്ടെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ സാധാ പെരാളെന്ന് പോകണമല്ലേ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത കേട്ടോ. അങ്ങനെ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും എന്താണ്, ഇപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് CSF ലീക്കേജ് ചെയ്യണം കേട്ടോ. ഇത്രയും സമയം മഴ ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്യൽ തുടങ്ങി. അതിൽക്കൂടെ ഞാൻ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോരുമ്പോൾ കുട്ടികളെ സ്കൂളും മദ്രസൊക്കെ പോകുമല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കുറേ സ്കൂളും മദ്രസൊക്കെ കുട്ടികൾക്ക് പോയതാണ്. പക്ഷേ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സ്കൂളും മദ്രസും ഒന്നും ഇല്ല കേട്ടോ. അതൊരു ഇച്ചിരി സന്തോഷമായിട്ട് തോന്നി, കാരണം കുട്ടികളെ സ്കൂളും മദ്രസും പോലല്ലോ. അപ്പോൾ ഞാനിവിടെ എത്തിയത് ഒരു 6:45 7 മണി ആകാൻ നേരത്തിട്ട് 6:50 ആയ സമയത്ത്. അപ്പോൾ തിരക്ക് കുറച്ച് കുറവാണ്. പക്ഷേ ഒരു 7:30 ആകുമ്പോഴത്തേന് വരി നല്ലോണം ബാക്കൊക്കെ നീണ്ടിക്കണം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ OP ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. നമ്മൾ ആ സർജറീൻ്റെ ആ ഒരു നമുക്ക് ഡിസ്ചാർജ് ചെയ്തപ്പോൾ കൊടുന്നപ്പോൾ ഒരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകമായിട്ടാണ് ഞാൻ ഇതെടുത്തത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടി ഇനി ENTൻ്റെ ഭാഗത്തേക്ക് പോകട്ടെ. ഈ സ്റ്റെപ്പ് കയറിയിട്ടില്ല നിലയിലാണ് ENT ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ അക്കിംക വരിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെയും വരിയാണ്, ടോക്കനൊക്കെ ഉണ്ട് എന്നുള്ളൂ. പക്ഷേ ടോക്കൺ അനുസരിച്ചൊന്നല്ല പോവുക. അവിടെ വരി നിന്നിട്ട് ഫസ്റ്റ് ആരാണോ കൊടുക്കുന്നത് ഓൽക്കട്ട നമുക്ക് കിട്ടുക. അങ്ങനെ ഞാൻ അക്കിംകാലത്ത് ടോക്കനൊക്കെ കൊടുത്താണ് ഞാൻ ചായ കുടിച്ചാൻ പോന്നിട്ടോ. ഞാൻ വരിക്കുന്ന സമയത്ത് അക്കിംക പോയി ചായ കുടിച്ച് വന്നീനും. മൂപ്പര് ഇവിടുന്ന് ഒരു കോഫിയും എന്താ ചെറിയ എണ്ണക്കടിയാണ് തിന്നിക്കണത്. അത് ഇവിടെ ഈ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ കരുതുക വെച്ചാൽ അങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെയും വിശക്കും കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ മുന്നേ അപ്പോൾ പിന്നെ 2 ചായ കുടിച്ചാനാവില്ല എഴുതിയിട്ട് ആദ്യം തന്നെ ഒറ്റക്കാണ് പോയത് ചായ കുടിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും ചായയായിട്ടോ കുടിച്ചത്. 3 ഇഡ്ഡലി ആ ഒരു സെറ്റിന് 47 ഉറുപ്പ്യ കേട്ടോ, ചായയും കൂടിയും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വയറ് നിറയും ചെയ്യും. അങ്ങനെ നമ്മൾ ENTൻ്റെ ഡോക്ടറെ കണ്ടു. ഇവിടുത്തെ മെഡിസിനൊക്കെ നമുക്ക് കുറച്ചിക്കണം കേട്ടോ. ഇനി ഇവിടെ ഒരു മൂക്കിലടിക്കണ ഒരു സ്പ്രേ മാത്രമേ ഇപ്പോൾ തന്നിട്ടുള്ളൂ. അല്ലാത്ത മെഡിസിൻ മറ്റേ എനിക്ക് എന്താ നമ്മൾ അപസ്മാരത്തിൻ്റെ മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ തലവേദനക്കിലൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ ഒരു മൂക്കിലടിക്കാനുള്ള സ്പ്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കണ്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഡോക്ടറെ കാണാണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ ഹോസ്പിറ്റൽ നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ വണ്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാം, അല്ലെങ്കിൽ പിന്നെ ഓട്ടോ ഒക്കെ എടുത്ത് പോകലാണ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ പോകാൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞ് നിർത്തിയില്ല. അപ്പോൾ എനിക്ക് CSF ലീക്കേജ് ചെയ്യുന്നു കേട്ടോ. നമ്മളെ തലയോട്ടിക്ക് വിള്ളൽ വന്നിട്ട് തലച്ചോർത്ത് ആ ഒരു വെള്ളം ഇങ്ങനെ മൂക്കിൽ കൂടെ വരുന്ന ആ ഒരു അസുഖമായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെസ്റ്റ് ഹോസ്പിറ്റൽ കേട്ടോ. ഇവിടെ നമ്മൾ ടോക്ക് എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇട കലർത്തിയിട്ട് ഇരിക്കാനായിക്കൂല, അതായത് 2 കസാലിൻ്റെ അപ്പുറം ഇരിക്കാൻ നടുവിൽ ഇരിക്കാനായിക്കൂല കേട്ടോ. കാരണം അവിടെ ശ്വാസം മുട്ടൽ TB പേഷ്യൻറ്റും അങ്ങനെ പലരും വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റിയിട്ട് ഇരുത്തുക. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഞാൻ ആക്കിക്കാനത്ത് നമുക്ക് ബീച്ചിക്ക് പോകല്ലേ, അപ്പോൾ ന്യൂസിലും റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. ബീച്ചത്തെ ആ ഒരു കടകളൊക്കെ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ പുതിയതായിട്ട് കുറേ ചെറിയ ചെറിയ ഷോപ്പുകൾ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിക്കണമെന്നൊക്കെ. അപ്പോൾ കാണാനൊരു പൂതി. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് എത്തലും മഴ വെയിലും ഒരുമിച്ചാണ്. പക്ഷേ നല്ലോണമൊന്നും പെയ്തില്ല കേട്ടോ. നമുക്ക് ഒന്നായിട്ട് ഒന്നിങ്ങോട്ട് ചാറിപ്പോയി, നമ്മൾ നനഞ്ഞിട്ടൊന്നുമില്ല. കടൽ കാണാൻ വന്ന് ഇവിടെ ഇങ്ങനെ അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിരും കടൽ ഉൾവലിഞ്ഞിരിക്കണമെന്നൊക്കെ. അത് സത്യം തന്നെ കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ തീരെ ഒന്നുമില്ല കേട്ടോ. കടൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു രസം എന്ന് പറയുന്നത് ആ ഒരു തീരെയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ, പക്ഷെ തീരെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് എന്താ പറയുക കാര്യമായിട്ട് ഇവിടെ ഇരിക്കാനില്ല കുറേ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പെയിൻ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കുറേ ആൾക്കാർക്ക് സങ്കടം പറയും കേട്ടോ അവിടെ ആ ഒരു ഷോപ്പുകളൊക്കെ അവിടുന്ന് മാറ്റിയതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് ഇതായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം കുറച്ചും കൂടെ വൃത്തിയുണ്ട് ഷോപ്പുകൾ. പിന്നെ ആ ഒരു മണൽ കൂടി ആകെ നിരന്ന് കിടക്കണില്ല. ഒക്കെ ഒരു അടുക്കും ചിട്ടിയും ഇതിന് വേസ്റ്റ് പോകാതെ പൈപ്പും അവർക്ക് സിങ്കും വെള്ളവും ലൈറ്റും അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ ആകാശവാണി കോഴിക്കോട് ഇത് കാണുമ്പോൾ പണ്ട് നമ്മൾ റേഡിയോ കണ്ടത് ഇങ്ങനെ റേഡിയോ കേട്ടത് ഇങ്ങനെ ഓർമ്മ വരും. നമ്മൾ RK മാമൻ്റെ ഹലോ ഇഷ്ടഗാനമൊക്കെ കുറേ കേട്ടിക്കണ് അന്നൊക്കെ. നമ്മളെ ഒരു പ്രായത്തിലുള്ളവർക്കൊക്കെ അത് അറിയുണ്ടാവൂലേ. അപ്പോൾ പിന്നെ നമ്മളെ കണ്ണു പോകുക ഇങ്ങനെ എന്താ പറയുക നമ്മളെ കക്ക പൊരിച്ചത്, അതുപോലെ നമ്മളെ എന്താ പറയുക ഉപ്പിലിട്ടത്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കടന്നാൽ ഇവിടെ വന്നാൽ കാര്യമായിട്ട് നമുക്ക് തിന്നാനുള്ളതില്ലേ. പിന്നെ ഒരദ്യൈസ് അതൊന്നും ഞാൻ തിന്നിട്ടില്ല കേട്ടോ. ഒന്നാമത് മഴയല്ലേ, പിന്നെ നമുക്ക് തണുപ്പിന് അങ്ങനെ വലിയ പൂതില്ല. അപ്പോൾ ഉപ്പിലിട്ട പിന്നെ എപ്പോൾ കിട്ടിയാലും തിന്നു കേട്ടോ. അപ്പോൾ അക്കിക്ക് പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും 2 പൈനാപ്പിളും 1 മാങ്ങയും ഞാൻ തിന്നു കേട്ടോ. അക്കിക്ക് തന്നെ തിന്നു. ഞാൻ പിന്നെ അതിൻ്റെ ആ ഒരു മുളക് വല്ല പാരലില്ല കേട്ടോ. മൂപ്പര് പിന്നെ അതിലോട്ട് കുളിപ്പിച്ചിട്ടേ തിന്നുള്ളൂ. ബോട്ട് നോക്കാനേ ബോട്ട് കുടിക്കൊണ്ടായിട്ട് കുടിച്ചാൽ വെള്ളമല്ല അവിടെ എന്നിട്ടൊക്കെ ബോട്ട് കിടക്കാം. ഏതാണ് ചളിയില്ലേ എത്തിയല്ലേ തീരന്നല്ലേ എന്തൊക്കെയോ തീരെ തിരമാലല്ല.
രണ്ടെണ്ണം മതി, രണ്ടെണ്ണം മതിയോ? റേറ്റ് എത്ര? എത്ര? വെള്ളാക്കോ? വെള്ളയാക്കോ? ഇത് ഫുള്ളിഞ്ച് നല്ലാക്കി തന്നിക്ക. ഇവിടുന്ന് പോണത് ഇതിട്ടോ ലെവൽ ഇങ്ങനെ പോയതന്നെ. എന്താ പോകായി? ഞാൻ പോകാം. അല്ലെങ്കിൽ ഇത് പോകൂല, അല്ലെങ്കിൽ പേടിയാണ് ചെയ്യും. അപ്പൊ വെച്ചോടുത്തു. അതിൻ്റെ ഉള്ളിൽ അങ്ങ് പോകണ്ടിരുന്നോ? അപ്പോൾ അങ്ങനെ ബീച്ചിലൊക്കെ പോയി. പിന്നെ ജിനുക്ക് അക്ക വാങ്ങാൻ പറഞ്ഞതുകൊണ്ട് തന്നെ 100 റുപ്യൊക്കെ എണ്ണ കേട്ടോ. അപ്പോൾ ഒന്നിന് ഏകദേശം 15 റുപ്യോളം. അങ്ങനെ അതും വാങ്ങി തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അരയടുത്ത് പാലത്തുമ്മേനുള്ളത്. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്കാണ് ഹെൽമെറ്റ് നന്നാക്കണ പോലെ കണ്ടു കേട്ടോ. അപ്പോൾ അക്കിൻഖാൻ്റെ ഹെൽമെറ്റ് ചാടി അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിക്കണ്. മൂപ്പർക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമല്ല, അതങ്ങനെ ചാടി പൊട്ടും. അപ്പോൾ ഏതായാലും അതുപോലെ ഇട്ട് തരുന്നതാണ്. അപ്പോൾ 150 റുപ്യേറ്റാണ് അത് പൊട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടാത്ത ഗ്ലാസ് ആണെന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് 200 റുപ്യ. അപ്പോൾ ഏതായാലും അത് വെച്ച് നോക്കി, ഇനി നമുക്ക് പൊട്ടുമോ നോക്കുക. അങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ അതാ മഴ ചാറൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ നെല്ലിക്കുത്ത് എത്തിയിട്ടുണ്ട്, പാണ്ടിക്കാട് എത്താനായിക്കണ്. അപ്പോൾ നല്ല കാറ്റ് കേട്ടോ. മഴ ഇങ്ങനെ കുറേശ്ശെ മഴ ചാറിനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷെഡ് കയറി കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല രസം കേട്ടോ. നമ്മളെ കവുങ്ങിൻ്റെ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉണ്ടാക്കി. നമ്മളെ തടുക്കുണ്ടല്ലോ, ഓല മുടഞ്ഞ തടുക്ക്, അതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല രസം കേട്ടോ കാണാൻ. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേ നമ്മളെ പണ്ടത്തെ ഒരു പെരയിലൊക്കെ ഇരിക്കണ പോലൊരു ഫീല്. ഏതായാലും നമ്മൾ വലിയ മഴയല്ലല്ലോ, ചാറിനല്ലേ ഉള്ളൂ പറഞ്ഞാണ്ട് ഞങ്ങൾ എന്താട്ടി ഇവിടുന്ന് വണ്ടിയിൽ കയറിയങ്ങാണ്ട് പിന്നെ കുറച്ചാണ് പോയി നോക്കുമ്പോൾ പെരും മഴയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മഴയത്ത് കുടുങ്ങി. വേറൊരു എന്താ പറയുക ചെറിയ കട ഉണ്ടാവുമല്ലോ റോഡ് സൈഡിൽ കൂടി, ഇങ്ങനെ തട്ടുകട. അപ്പോൾ നമ്മളെ വെള്ളാങ്ങാട് ആലിമുസ്ലിയാർ സ്മാരകം ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിലാട്ട് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കുറച്ച് മഴ ചോറോളം ഇവിടെ നിന്നു. അക്കിമുക്ക് അത്യാവശ്യം നനഞ്ഞിക്കുന്നുണ്ട്, കാരണം ഓലല്ലേ മുന്നിൽ, നമ്മൾ ബാക്കിലായതുകൊണ്ട് അത്രക്കാണ് നനയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യോണ്ടിയും ഷെയർ ചെയ്യോണ്ടിയും കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോണ്ടിയും. ഇനി ഫോൺ വെച്ചാലേ നനയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.